ഹലോ സ്റ്റുഡൻസ്, +1 അക്കൗണ്ടൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ തന്നെ നമ്മൾ ആവേശത്തോടു കൂടി വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് ബാലൻസ് ഷീറ്റ്. അല്ലെ, അസറ്റും ലയബിലിറ്റിയും ഈക്വൽ ആവുക ഭയങ്കര ആവേശമാണ് ക്ലാസ്സിലൊക്കെ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത്. ഇനി പല കുട്ടികൾക്കുള്ള ഡൗട്ട്, സാറേ രണ്ട് മെത്തേഡിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്, രണ്ട് മെത്തേഡിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഏതാണ് എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏതാണ് എക്സാമിനേഷൻ ചെയ്യേണ്ടത് ചോദിക്കാറുണ്ട്. എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം രണ്ട് രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യും. ഒന്നാമത്തത് ലിക്വിഡിറ്റി ഫോർമാറ്റ് ആണ്, രണ്ടാമത്തത് അതിനുശേഷമുള്ളത് പെർമനൻസ് ആണ്. അല്ലെ, രണ്ട് ഫോർമാറ്റ് നമുക്ക് ചെയ്യാം. ലിക്വിഡിറ്റി ആയിട്ടും പെർമനൻസും ചെയ്യും. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫോർമാറ്റ് സാർ കാണിച്ചു തരാം. കറണ്ട് അസറ്റ് നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുന്നു, ഫിക്സഡ് അസറ്റ് പിന്നീട് റെക്കോർഡ് ചെയ്യുന്നു. പെർമനൻസ് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് ആദ്യവും കറണ്ട് അസറ്റ് പിന്നീടും. ലയബിലിറ്റി ആണെങ്കിൽ നേരെ തിരിച്ച് കറണ്ട് ലയബിലിറ്റിയും ക്യാപിറ്റലും, അപ്പോൾ തന്നെ ക്യാപിറ്റലും കറണ്ട് ലയബിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ഈ മെത്തേഡുകൾ ഫോളോ ചെയ്യുമ്പോൾ എന്താണെന്നുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. ലിക്വിഡിറ്റി ഫോർമാറ്റിലാണെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് ആയിരിക്കും ആദ്യം കാണുന്നത്, ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ക്യാപിറ്റൽ കാണുന്നത്. അസറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ കറണ്ട് അസറ്റ്സ് ആദ്യവും ഫിക്സഡ് അസറ്റ് അതിന് ശേഷം. ലിക്വിഡിറ്റി ഫോർമാറ്റ് ലിക്വിഡിലെ ലിക്വിഡിറ്റി പറഞ്ഞാൽ കൺവേർട്ട് ഇൻറ്റു ലിക്വിഡ് ക്യാഷ് ആണ്. നമുക്കറിയാം പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാഷ് ആക്കി മാറ്റാൻ സാധിക്കുന്ന അസറ്റുകളാണ് ലിക്വിഡ് അസറ്റ് എന്നൊക്കെ പറയുന്നത്. ഇനി പെർമനൻസ് ഫോർമാറ്റിൽ വരുന്ന സമയം നേരെ ഓപ്പോസിറ്റ് ആണ്. ക്യാപിറ്റൽ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്തു, പിന്നീടായിരിക്കും കറണ്ട് ലയബിലിറ്റി. അതുപോലെ തന്നെ അസറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഫിക്സഡ് അസറ്റിലേക്ക് നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യുക, അതിനുശേഷമായിരിക്കും കറണ്ട് അസറ്റ് റെക്കോർഡ് ചെയ്യുക. ഇനി നമുക്ക് ഏതാണ് സാർ എക്സാമിനേഷൻ ചോദിക്കുക എന്നുള്ളതാണ്. പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത്, അതായത് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് ഏതെങ്കിലും ഫോർമാറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുക. ഒന്നും പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. പക്ഷെ ബെറ്റർ, ഏറ്റവും നല്ലത് നമുക്ക് പെർമനൻസ് ഫോർമാറ്റ് ആയിരിക്കും. കാരണം നമുക്ക് ചെയ്യാൻ എളുപ്പം അതായിരിക്കും. കാരണം അറേഞ്ച്മെന്റ്സ് ആ രീതിയിലാണ്. ക്യാപിറ്റൽ ആദ്യമേ വരുന്നത് കൊണ്ട് ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ ആദ്യം ചെയ്തു വെക്കാം. കാരണം ക്യാപിറ്റലിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യാനുണ്ട്, ഡ്രോയിങ്സ് ലെസ് ചെയ്യാനുണ്ട്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരണം, അതും ചെയ്യാനുണ്ട്. അപ്പൊ ആദ്യമേ അത് ഫിനിഷ് ചെയ്ത് വെക്കാൻ പറ്റും. കൂടാതെ അസറ്റ്സിലേക്ക് വരികയാണെങ്കിൽ ഫിക്സഡ് അസറ്റിനെ ആദ്യം അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ ഒക്കെ മൈനസ് ചെയ്യാണ്ടാവും. അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അവിടെയും ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പൊ ലാസ്റ്റ് നമുക്ക് ക്ലോസിംഗ് ഒക്കെ എഴുതിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അസറ്റ്സ് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും നല്ലത് നമുക്ക് പെർമനൻസ് ഫോർമാറ്റ് ആയിരിക്കും. സോ അടിപൊളിയായിരിക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു എസ്എ ക്വസ്റ്റ്യൻ തന്നെയാണ്, എക്സാമിനേഷന്റെ കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. അടിപൊളിയായിട്ട് എല്ലാവരുടെയും ബാലൻസ് ഷീറ്റ് ഈക്വൽ ആവട്ടെ.